Let us turn the Bible chapter 6. Daniel chapter 6. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനിടയാകട്ടെ. There is nothing new I'm going to say. We are very familiar with this passage and we often listening this incidents, what happened in Daniel's life. But the Spirit of the Lord remind me to say that again to this church. നാം എപ്പോഴും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കൂടെ കേൾക്കുന്ന ഒരു ഭാഗമാണ് ദാനിയേൽ സിംഹക്കുഴിയിലായ കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഇത് ശക്തമായി സംസാരിക്കുവാൻ, ഇതിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇടയാക്കി ദൈവസഭയോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Maybe we need to revise or think how much we are compared with this incidents happen in Daniel's life. ദാനിയേലിൻ്റെ ജീവിതവുമായി നാം നോക്കുമ്പോൾ നാം എവിടെയാണ്? What is my role? ഇത് എനിക്കിതുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ചിന്തിപ്പാൻ ദൈവാത്മാവ് നമുക്കിടയാക്കും. Praise God. And chapter 6 verse 22 is saying, my God sent his angel and shut the lion's mouth, and they have not harmed me, and I was found innocent before him, and also toward you, O king, I have committed no crime. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. Praise God. My God sent his angel and shut the lion's mouth. Praise God. ഒരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. The God is able to send angel when you are in trouble and you are not able to escape or save yourself. The God Almighty whom we serve is the good Lord, able to send an angel and shut many things which is opened against you. Praise God. നിനക്കെതിരെ തുറന്നിരിക്കുന്ന പല വാതിലുകളും അടച്ചു കളയുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. Praise God. ദൈവാത്മാവ് എന്നോട് ഇത് ശക്തമായി കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. Praise God. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലേ? സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ വായടച്ചു വെക്കുന്ന ഒരു ജീവിയല്ലേ? Praise God. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, shut your mouth, don't open it. പ്രിയ ദൈവമക്കളെ, നമുക്കെതിരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരെ പല വാക്കുകൾ ഉയരുമ്പോൾ, നിന്റെ ജോലി സ്ഥലത്ത് ഉയരുമ്പോൾ, നിന്റെ തലമുറയ്ക്കെതിരെ ഉയരുമ്പോൾ, നിന്റെ സമാധാനത്തിന് ഉയരുമ്പോൾ, നമുക്ക് വേണ്ടി ദൂതനെ അയച്ച് പലയിടത്തും ഷട്ട് ചെയ്തിട്ടുള്ള അടപ്പിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നാം പലപ്പോഴും the many time we are unable to realize the truth how God loves us. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നാം പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. We know that, നമുക്കറിയാം. We realize that what we forgot. Praise God. Hallelujah. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ തേച്ച് മായ്ച്ച് കളയുവാൻ
ദുഷ്ടൻ ഹല്ലേലൂയ കൂട്ടുകൂടി, no matter how many numbers in behind you to destroy your life, take out your faith. But remember, the God Almighty with us, with you, സ്വർഗം നമ്മോട് കൂടെ ഉണ്ടോ? അത് അറിയുന്നത് ആർക്കാണെന്നറിയാമോ? വാസ്തവമായി ദൈവത്തെ അറിയുന്നവനെ അറിയുള്ളൂ. പ്രൈസ് ഗാഡ്. ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറഞ്ഞൊരു വാക്ക് എന്നെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ യുവർ ഇന്നർ സൈറ്റ്. എൻ്റെ അകത്തെ ഉള്ളിലെ കാഴ്ചയൊന്ന് തുറന്നു തരണമേ. എൻ്റെ അകത്തൊരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ കണ്ണു കാണാതെ ഇരിക്കുമ്പോഴാണ് എന്നിൽ ഭയമുണ്ടാകുന്നത്, എന്നിൽ സംശയമുണ്ടാകുന്നത്, എന്നിൽ അവിശ്വാസം ഉണ്ടാകുന്നത്, പലതും എനിക്ക് ഓർക്കുവാൻ കഴിയാത്തത്, കഴിഞ്ഞ നാളുകൾ എൻ്റെ കരം നടത്തിയത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്നതിൻ്റെ കാരണം എൻ്റെ ഇന്നർ മൈൻഡ്, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ മാൻ്റെ, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ അകത്തെ കണ്ണ് ക്ലോസിങ് സംടൈം ഈസ് ക്ലോസ്ഡ്. പ്രൈസ് ഗാഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവജനമാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവേ എൻ്റെ അകത്തെ കണ്ണ് തുറക്കുവാൻ എനിക്കിടയാക്കി തരണമേ, എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറന്നു തരണമേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ Lord, if you open my inner sight, I'm able to pass over, I'm able to overcome. Hallelujah. I'm able to cast everything, I'm able to hold everything, God, which is against you in my life. Praise you, Jesus. Hallelujah. ദൈവമക്കളെ, we should know exactly who you are. നാം ആരാണെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ ആ അകത്തെ കണ്ണു തുറന്നെങ്കിലേ അറിയത്തുള്ളൂ. പ്രശ്നങ്ങൾ വന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിയുമ്പോൾ we say, thank you Lord, thank you for hearing my prayer, thank you Lord for your miracle. But after a couple weeks, couple months, we totally forgot. We are shut down that inner man sight. Not purposely, we are not doing that, but the spirit which need to shut the sight. നമ്മളല്ല മനഃപൂർവ്വമായി ചെയ്യുന്നതെങ്കിലും പ്രവർത്തിക്കുന്ന, നിന്റെ ഉള്ളിലെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പൈശാചിക ശക്തിയുണ്ടോ? നീ നിരാശനായി, നീ ഹല്ലേലൂയ പ്രയാസപ്പെട്ടോ, നീ രോഗിയായി, നിന്റെ ജീവിതം നിന്റെ സൃഷ്ടാവിനെ ശപിച്ചു കളയുവാൻ ആഗ്രഹിച്ച് നിനക്ക് ചുറ്റിനും നടക്കുന്ന ഒരു ശക്തിയുണ്ടോ? അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. അതൊരു ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. നീ ഒരു യഥാർത്ഥ ദൈവവേദനല്ലെങ്കിൽ there is no problem. Praise God. പക്ഷേ നീ ഒരു ദൈവവേദനാണെങ്കിൽ, praise God, നീ ചില നദികളുണ്ട്, ചില തോടുകളുണ്ട്, ചില തീയുടെ അനുഭവങ്ങളുണ്ട്, ചില ഡെൻ നിനക്ക് വേണ്ടിയുണ്ട്, ചില സിംഹത്തിൻ്റെ ഹല്ലേലൂയ ഗുഹകൾ നിനക്ക് വേണ്ടിയുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, the God Almighty will send angel when the time comes. Praise God. Question: എന്തുകൊണ്ടാണ് ഏഞ്ചലെ നീ ആ ദാവീദിനോട് രാജാവിനോട് സംസാരിച്ച് അവൻ്റെ ഹൃദയത്തെ സ്ട്രോങ് ആക്കാഞ്ഞത്? എന്തുകൊണ്ടാ ദൈവമേ നീ ആ ഏഞ്ചലിനെ അയച്ചോ? അവരാ ഹല്ലേലൂയ സിംഹത്തിൻ്റെ ഗുഹ തുറന്നു കഴിഞ്ഞപ്പോൾ, ആ കൂട് തുറന്നപ്പോഴാ, ആ ഡെന്ന് തുറന്നപ്പോൾ തുറക്കാനൊക്കാത്തതുപോലെ അതെന്തുകൊണ്ടാ ലോക്കാക്കി വെക്കാഞ്ഞത്? അപ്പോഴവർക്ക് മനസ്സിലാവില്ലേ, ഓ ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാണ് ഇത് നമുക്ക് തുറക്കാൻ പറ്റാത്തത്. ഏതോ ഒരു വലിയ ശക്തി ഈ ഡോറിൻ്റെ ലോക്കിലുണ്ടെന്ന് മനസ്സിലാക്കൂലേ? കാര്യങ്ങളെല്ലാം ദുഷ്ടൻ്റെ ചിന്തയ്ക്ക് അനുകൂലമായിട്ടാണ് ആ സമയം വരെ നടന്നു കാണുന്നത്. എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ, അവർക്ക് സന്തോഷത്തോടെ ഒറ്റിക്കൊടുത്ത ജനത്തിന് സമാധാനം. ഈ ദൂതൻ എവിടെയായിരുന്നു ഇത്രയും സമയം? നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ?
അത് ഇടുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിൽ ദൂതനെ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാമായിരുന്നു. ഇത് അവിടെ ഇടുന്നതിൻ്റെ മുമ്പ് ആ ഡോറിൽ ദൂതൻ വന്ന് നിൽക്കാമായിരുന്നു. അവിടെ ഒരു രൂപം പോലെ നിൽക്കാമായിരുന്നു. അവിടെ ഒരു പ്രത്യേക ശക്തി വെളിപ്പെടാമായിരുന്നു. ഇടാൻ വന്നവനെ ഓടിച്ചു വിടാമായിരുന്നു. ചിന്തകൾ ഒരു പക്ഷേ പലതും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണമേ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അസാധ്യമായിരിക്കുന്നതിനെ സാധിക്കുമെന്ന് പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അസാധ്യമായിരിക്കുന്നതിനെ സാധ്യമാക്കും എന്ന് പറയാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഞാനിത് പകൽക്കാലം ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാം ആരാധനയ്ക്ക് പാട്ടുപാടുമ്പോൾ എൻ്റെ ദൈവജനത്തോട് ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ഫിലദൽഫിയ ശാലേം അസംബ്ലീസ് ഒക്കെ ഉള്ള ദൈവജനത്തോട് ഞാൻ പറയട്ടെ, അത് നിൻ്റെ ആരാധനയായി മാറണം. അത് വെറും പാട്ടാകരുത്. ആരാധനയിൽ തീ കത്തും, ആരാധനയിൽ വിടുതൽ സംഭവിക്കും, ആരാധനയിൽ സൗഖ്യം സംഭവിക്കും, ആരാധനയിൽ കർത്താവിനോട് സംസാരിക്കും. അതാണ് ആരാധന. ഹല്ലേലൂയ. പാട്ടുപാടി കടന്നു പോകുന്നതല്ല ആരാധന. ആ പാട്ട് നിനക്ക് ജസ്റ്റ് ഒരു വഴിതെളിച്ച് തരുന്നെന്നുള്ളതേ ഉള്ളൂ. പാട്ടറിയത്തില്ലെങ്കിൽ നോക്കി നിൽക്കരുത്. നീ ദൈവവുമായിട്ട് സംസാരിക്കണം. അവൻ്റെ പാദപീഠം കഴുകണം. നീ ശുദ്ധീകരണം പ്രാപിക്കണം. അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ദൈവശബ്ദത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന സമയമാണ് ആ നല്ല ബ്ലസ്സഡ് ടൈം. കേട്ടോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കിതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാം. ഹല്ലേലൂയ. അറൗണ്ട് 122 people against him. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാം. എന്നാൽ ഈ രാജാവ് ദേശത്ത് ഗവർണേഴ്സ് 120 ഗവർണേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 3 കമ്മീഷണേഴ്സിനെ നിയമിക്കുവാൻ, കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഗവർണർമാരുടെ ജോലിയൊക്കെ നല്ലതാണോ, അവർ ഉത്തരവാദിത്തോടെ ചെയ്യുന്നോ എന്നറിയാൻ ഒരു 3 കമ്മീഷണറെ ആവശ്യമായിരുന്നു. ആ 3 കമ്മീഷണർമാരിൽ ഒരുവനായിരുന്നു ആര്? നാം പറയുന്ന ദാനിയേൽ. രാജാവിന് ഈ ദാനിയേലിനോട് ഒത്തിരി ഇഷ്ടമായിരുന്നു. നമുക്കറിയാം, വി നോ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ദാനിയേൽ. ദാനിയേൽ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ഒരു പയ്യനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടിമയായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഒരു പയ്യനാണ് ഈ ദാനിയേൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ രാജാവിന് ഒത്തിരി ഇഷ്ടം ഇവനോട് തോന്നി. അതുകൊണ്ട് നമുക്കതിൻ്റെ 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ, ഈ ഉത്കൃഷ്ടമാനിതൻ എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിഷേകം ഉള്ളവനായിരുന്നു. ദൈവവേദനയോട് ഞാൻ പറയട്ടോ, നീ ഒരു സാധാരണ വിശ്വാസിയാകരുത്. നീ ഒരു എക്സ്ട്രാ ഓർഡിനറി വിശ്വാസിയായി മാറണം. ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിൻറ്റിങ്. മറ്റുള്ളവരെ നോക്കിയല്ല നാം ജീവിക്കേണ്ടത്. നാമും ദൈവമായിട്ട് ബന്ധമുണ്ട്. അതാർക്ക് നോക്കിയാലും പറിച്ചു കളയാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉള്ളവനായിട്ട് ഹല്ലേലൂയ ഈ രാജാവിന് തോന്നിയത് കൊണ്ട്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, രാജാവ് വിചാരിച്ചു ഹി വിൽ ബി ദ ടോപ്പ്. ഇതാണ് പ്രശ്നം. വേറെ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അതല്ലേ? നമ്മൾ വലിയ ഫാമിലിയാണെന്നൊക്കെ പറയുന്നില്ലേ? ദൈവമക്കളെ, നിൻ്റെ നന്മ കണ്ട് എത്ര സന്തോഷിക്കുന്ന കുടുംബം നിൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം കണ്ട്, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം കണ്ട്, നീ രക്ഷിക്കപ്പെട്ടത് കണ്ട്, നീ സ്നാനപ്പെട്ടത് കണ്ട്, നീ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കണ്ട്, നിൻ്റെ കുടുംബങ്ങളിൽ, ദൈവസഭകളിൽ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു അനുഭവമാണ് പറയുന്നത്. കാണുമ്പോൾ ചിരിയുണ്ട്, ഇരിക്കുമ്പോൾ ആഹാരമുണ്ട്. സ്തോത്രം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ള് അറിയുന്ന ഒരു സർവ്വശക്തനുണ്ട്. നിന്നെ കൈപ്പോടെ സ്വീകരിക്കുന്നവരാ പലരും. നിന്നെ കൈപ്പോടെ കാണുന്നവരാ പലരും.
പക്ഷേ ഉള്ളുകൊണ്ട് ആണെങ്കിലും പുറമേ കാണിക്കാത്ത നല്ല അറിയാവുന്ന ജ്ഞാനികളും കുടുംബങ്ങളിലുണ്ട്, സഭകളിലുണ്ട്, നിന്റെ കൊളീഗ്സിലുണ്ട്, ജോലി സ്ഥലത്തുണ്ട്. പക്ഷെ അവരതുപോലെ പക്ഷേ ഇടപെട്ടില്ല എന്ന് വരാം. ദാനിയേലിന് സംഭവിച്ചത് അതായിരുന്നു. പ്രൈസ് ഗാഡ്. 120 ഗവർണേഴ്സ് ഞങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ. ബാക്കി 2-3 പേരെ അവർ സെലക്ട് ചെയ്തത് കമ്മീഷണറായിട്ട്. അതിൽ 2 പേരെക്കുറിച്ച് ഒരു പ്രശ്നവും അവർക്ക് പറയാനില്ലേ. അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യത്തിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, ദാനിയേലിനെ കുറിച്ച് മാത്രം. പ്രൈസ് ഗാഡ്. അതിൻ്റെ താഴ്വശം ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അപ്പം ഈ ടോട്ടലി 20 + 3 23. ഈ 23-ൽ ദാനിയേലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര പേരുണ്ട്? 122 ആൾക്കാർ ആർക്ക് അഗനിസ്റ്റാണെന്നറിയാമോ? ഈ 3-ൽ ഒരാൾക്ക് അഗനിസ്റ്റാ, ദാനിയേലിന് അഗനിസ്റ്റാ. സ്തോത്രം. എന്നിട്ട് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കാണുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, നാം എപ്പോഴും പറഞ്ഞു നടക്കരുത്, ഓ എനിക്കെതിരെ ഒന്നും ഉണ്ടാവില്ലെന്നേ, ഞാൻ ദൈവത്തിൻ്റെ ആളാ. അല്ല ദൈവമക്കളെ, നമുക്കെതിരെ ഉണ്ട്. ഈ ദാനിയേലിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇവൻ ദൈവസന്നിധിയിൽ മുടക്കം വരാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പക്ഷെ ഇവനും ഉണ്ടായിരുന്നു പാരകൾ, ഇവനും ഉണ്ടായിരുന്നു, സ്തോത്രം, അനേകം ഇവനറിയാത്ത കുഴികൾ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതയാത്രയിൽ നിനക്കൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. നിനക്കും കുഴികളുണ്ട്, നിനക്കും കെണികളുണ്ട്, നിനക്കെതിരെ ചിന്തിക്കുന്നവനുണ്ട്. ഒരു പക്ഷേ മുഖത്ത് നോക്കി ചിരിച്ചാലും അവൻ്റെ യാഗം നിന്നെ ഓർത്ത് വിഷമിക്കുന്നവനായിരിക്കാം. പ്രൈസ് ഗാഡ്. താഴോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, നന്മയ്ക്കെതിരെ കണ്ണികടിയുമായി, 4-5 വാക്യം അങ്ങനെയാ, നന്മയ്ക്കെതിരെ കണ്ണികടിയുമായി കൂടിയാലോചന നടക്കുന്നു. ഹല്ലേലൂയ. അക്യൂസേഷൻ അഗൈൻസ്റ്റ് യു, അക്യൂസേഷൻ അഗൈൻസ്റ്റ് യുവർ ജോബ്, അക്യൂസേഷൻ അഗൈൻസ്റ്റ് യുവർ ഫാമിലി ലൈഫ്, അക്യൂസേഷൻ അഗൈൻസ്റ്റ് യുവർ ഫെയ്ത്ത്. ഇത് ഇന്ന് തുടങ്ങിയല്ല, നിന്നെ അക്യൂസ് ചെയ്യുന്നത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പം മേത്യരുടെയും പേർഷ്യൻസിൻ്റെയും അവർക്കൊരു നിയമമുണ്ട്. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ലോകത്തിൽ അത് രാജാവിന് പോലും മാറ്റാൻ പറ്റില്ല. അതാണ് അവരുടെ നിയമം. അതിനാണ് അവർ ഈ സീല് വെച്ച് മുദ്രയിടുന്നത്. പ്രൈസ് ഗാഡ്. ദുബൈയിൽ അജ്മാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരു ഷെയ്ഖുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിനൊരു എന്തോ പറയണേ, റിങ് ഉണ്ട്. ആ റിങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ സൈൻ. അദ്ദേഹം ഏത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് ഇത് ചെയ്യും. അല്ലാതെ, കാരണം ഇതുകൊണ്ട് എഴുതാൻ പുള്ളിക്ക് വലിയ അറിവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതാവുമ്പം കുത്തി കൊടുത്താൽ മതി. അത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ രാജാവിനും പറയാനൊക്കത്തില്ല ഇത് ഞാനല്ല ചെയ്തതെന്ന്. നിയമമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ 120 ആൾക്കാരും ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഒരു നിയമം നീ ഉണ്ടാക്കിത്തരണം. മറ്റൊന്നുമല്ല, നിന്നെ ആരാധിക്കാത്ത ആരെങ്കിലും ഈ രാജ്യത്തുണ്ടെങ്കിൽ അവനെ എന്തോ കൊടുക്കണമെന്നാ? സിംഹത്തിൻ്റെ കുഴിയിലിട്ടേക്കണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നിട്ട് 7-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇതൊരു 30 ദിവസത്തെ ട്രെയിനിങ് മതി.
നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ഒന്നും ലോങ് പീരീഡിലേക്കല്ല ചോദിക്കുന്നത്, ഷോർട്ട് പീരീഡിലേക്കാണ് ചോദിക്കുന്നത്. കാരണം ലോങ് പീരീഡിലേക്ക് ചോദിക്കാൻ അവന് അവകാശമില്ല. പ്രൈസ് ഗാഡ്. നമുക്കറിയാം, പുറകെ നടന്ന് ഷോർട്ട് പീരീഡിലേക്ക് ചോദിച്ച പലരെയും നമുക്കറിയാം. ഇയ്യോബിനെ നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരെ അറിയാം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഒരു 30 ദിവസത്തേക്കിന് ഒന്ന് ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾക്കൊരു സമ്മതം തന്നാൽ മതി. നമുക്ക് നോക്കാം ആരാ നിന്നെ ആരാധിക്കാത്തവർ, നിന്നെ സേവിക്കാത്തവരെന്നറിയാം. അങ്ങനെയുള്ളവരെ എന്തോ കൊടുക്കണം? സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളണം. അന്നത്തെ വലിയ ശിക്ഷയായിരുന്നു അത്. സിംഹത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കുക. നോക്കിക്കോണേ, ആ ഒരു വേദന എത്രമാത്രം ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരു പട്ടി കടിച്ചാലുള്ള വേദന കടി കിട്ടിയവനറിയാം. അങ്ങനെയെങ്കിൽ ഒരു സിംഹത്തിൻ്റെ കുഴിയിൽ പോയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിൽ പോയിട്ട്, അത് നമ്മുടെ ശരീരവും കണ്ണും തലയും ചെവിയും കാലും വിരലുകളും ഒക്കെ കടിച്ച് വലിച്ച് തിന്നുമ്പോൾ ആ വേദന അതായിരിക്കണം അങ്ങനെയുള്ളവൻ അനുഭവിക്കേണ്ടത്. എൻ്റെ പ്രിയ 122 സഹോദരന്മാരോട് ചോദിക്കട്ടെ, നീ ആരെ ഉദ്ദേശിച്ചായി നിയമം ഉണ്ടാക്കിയേ? നീ ആരെ ഉദ്ദേശിച്ച? അവർക്ക് പറയാനുണ്ട്, ഞങ്ങൾ ഉന്നം വെച്ച ഒരുത്തനുണ്ട്, അവനെ വേണം. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിന്നെ ഉദ്ദേശിച്ച് ഉന്നം വെക്കുന്ന ഉണ്ടെങ്കിൽ ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറ, നിനക്ക് വിജയമില്ല, വിജയം എനിക്കാ. വിജയം നിനക്കില്ല, വിജയം എനിക്കാ. നീ എന്നെ അല്പം ഭാരപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ, നീ എന്നെ അല്പം വിഷമിപ്പിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ദൂതനെ ഇറക്കുന്ന ഒരുവനെ ഞാൻ സേവിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി ഹല്ലേലൂയ സിംഹത്തിൻ്റെ വാതിൽ വെറും ഗേറ്റല്ല അടച്ചു തന്നത്, ഹല്ലേലൂയ ഇരുമ്പ് വാതിലുകളെല്ലാം അടച്ചു തന്നത്, ഹല്ലേലൂയ സിംഹത്തിൻ്റെ വായിൽ ഹല്ലേലൂയ അതിനോട് കൽപ്പിക്കുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ റെബ്യൂക്ക് യു. അത് പറയാനാ നമ്മൾ അഭിഷേകം ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത്. അത് പറയാനാ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ യോഗങ്ങൾക്കും വന്ന് ഇതൊന്ന് റിസ്റ്റോർ ചെയ്തിട്ട് പാനാ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം താപ്പോട്ട് ഇങ്ങനെ വരുന്നു. പ്രൈസ് ഗോഡ്. അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ 8-9 എഴുതുമ്പോൾ അവിടെ എഴുതേ, രാജാവ് അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു. 10ാമത്തെ വാക്യം, ഈ വിഷയം ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ദാനിയേൽ അറിഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, കാരണം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഞാൻ നോക്കും. കർത്താവേ, ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഏത് രാജ്യത്തു നിന്ന് ഇവിടെ വന്നു, എന്നെ എങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു, ഞാൻ അവരെന്നെ ഫസ്റ്റ് ഡേ ട്രീറ്റ് ചെയ്തപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാ. ഞാൻ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നു, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇനി എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്ന് ഞാൻ ചിന്തിക്കും. ചിലപ്പം എൻ്റെ 3 നേരത്തെ പ്രാർത്ഥന ഞാൻ ഒന്നായിട്ട് ചുരുക്കിയേക്കാം. കാരണം എന്താണെന്നറിയാമോ? എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ദോഷം ചെയ്തിട്ടാ, ഞാൻ ആർക്കെതിരെ സംസാരിച്ചിട്ടാ എന്നോടിത് ചെയ്തെങ്കിൽ, why should I continue to pray? Why should I continue to active in church? Why should I continue to do something for lifting God's name? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ ദാനിയേൽ ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു. He was a special, ഹല്ലേലൂയ, സ്പിരിറ്റുള്ളവനാണെന്ന് ഹല്ലേലൂയ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ, എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടെങ്കിലേ നീ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ സ്പിരിറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഏതാ? എന്തിനാന്നേ, നമുക്ക് എന്തോ കിട്ടിയിട്ടാ ഇത്രയും പ്രശ്നങ്ങൾ. പാസ്റ്റർ അറിഞ്ഞില്ലേ, എന്നെ സിംഹക്കുഴിയിലിടാനെ കൊണ്ട് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തു. ഞാൻ എന്ത് ദോഷം ചെയ്തിട്ടാ പാസ്റ്ററെ? ഇനി എന്തിനാ ആ സഭയിലോട്ട് വരുന്നേ? ഇനി എന്തിനാ ഉപവസിച്ചിട്ട് കാര്യം? ഇനി എന്തിനാ നമ്മൾ കൂടെ ഇടയോഗങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? കാരണം പ്രാർത്ഥിച്ചതിനൊന്നും പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രൈസ് ഗോഡ്. പ്രിയരെ, പക്ഷേ ഈ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ പറയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവജനത്തോട്, സഭയോട്
പരിശുദ്ധാത്മാവിന് പറയുന്നത്, യു ഷുഡ് റിസീവ് ദ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. മറ്റുള്ളവരെക്കാട്ടിലും നിനക്കൊരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് ദൈവസനിൽ വരാൻ പറ്റത്തുള്ളൂ, നിനക്ക് ദൈവസനിൽ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിൻ്റെ ദൈവമായിട്ട് നീ ചെയ്തുകൊണ്ട് വന്നിരുന്നതിന് മുടക്കം വരാതിരിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്. പ്രൈസ് ഗാഡ്. എന്നിട്ട് താഴോട്ട് വരുമ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് നേരത്തെ ചെയ്തിരുന്ന അതേ രീതിയിൽ, സ്തോത്രം, അവൻ 3 നേരവും മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സമയങ്ങളിലൊന്നും അദ്ദേഹം ഒരു ചെറുപ്പക്കാരനല്ല കേട്ടോ, പ്രായം കൂടി. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അല്പം വയസ്സൊക്കെ ചെന്ന് കേട്ടോ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കാൽക്കുലേറ്റ് ചെയ്ത് പറയുമ്പോൾ അറൗണ്ട് സ്തോത്രം 66 ഇയേഴ്സ് ഉണ്ട്. എത്ര? 85. യെസ്, 85-86 ഇയേഴ്സ് ഉണ്ട് ആ സമയം. കാലങ്ങൾ കണക്കാക്കി പറയുമ്പോൾ 85 വയസ്സുള്ളപ്പോഴും 80 വയസ്സുള്ളപ്പോഴും മുട്ടുമേലിരുന്ന് 3 നേരവും പ്രാർത്ഥിക്കുമെന്ന്. ഇവിടെ കസേരയില്ലെങ്കിൽ യോഗത്തിന് പോകാത്തവരുണ്ട്. കസേരയില്ലെങ്കിൽ യോഗത്തിന് പോവില്ല. പ്രൈസ് ഗാഡ്. അവിടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അതുകൊണ്ട് പോകുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. അവിടെ ചെന്നാൽ കൈയടിക്കണമെന്ന് അതുകൊണ്ട് പോകാത്തവരുണ്ട്. അവിടെ ചെന്നാൽ കണ്ണടയ്ക്കണമെന്ന് അതുകൊണ്ട് പോകാത്തവരുണ്ട്. എന്നാൽ ഈ 85-86 വയസ്സുള്ളവൻ പറയുന്നു, ഞാൻ എന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ. പ്രൈസ് ഗാഡ്. പ്രിയരെ, ജീവിത സുഖങ്ങൾ കൂടുന്നതനുസരിച്ച് രോഗങ്ങൾ വർദ്ധിക്കുന്നു. പ്രൈസ് ഗാഡ്. എഴുന്നേൽക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല, നിന്നാൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ്റെ ശരീരങ്ങളും അവസ്ഥകളും മാറുന്നു, ആഹാര രീതികൾക്ക് മാറ്റം വരുന്നു. പ്രൈസ് ഗാഡ്. എന്നാൽ ഈ പ്രിയ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റുള്ള ഭക്തൻ 3 നേരവും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗാഡ്. അപ്പോൾ പുരുഷന്മാർ, അടുത്തത് സ്പൈ വർക്കാണ്. ഈ പുരുഷന്മാരുണ്ടല്ലോ, ഈ 122 പേരും ചുറ്റി നടന്ന് നോക്കുക ഇവനെ തന്നെ. വാട്ട് ഈസ് ഡൂയിങ്. പ്രൈസ് ഗാഡ്. സംഭവം കണ്ടുപിടിച്ചു, സമാധാനമായി, ഉദ്ദേശിച്ച ഒക്കെ നടന്നു. പ്രൈസ് ഗാഡ്. 13-ാം വാക്യം പറയുമ്പോൾ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ദാനിയേൽ, ദാനിയേലിനെതിരെ കുറ്റാരോപണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ 14-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ ലിസൺ, നാം ഒരാൾക്ക് നമ്മളെ രക്ഷിക്കണമെന്ന് തോന്നിയാലും രക്ഷിക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ കൂടെ ചില കാര്യങ്ങൾ കടന്നു പോകും. രാജാവ് അറിഞ്ഞുകൊണ്ട് ഇത് ദാനിയേലിനൊരു പണി കൊടുത്തതല്ല. That happened. ഇതറിഞ്ഞിരുന്നില്ല ദാനിയേലിനുള്ള പണിയാന്നുള്ള കാര്യം. പക്ഷേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ദാനിയേലാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. തൻ്റെ യാതൊരു രീതിയിലുള്ള എൻജോയ്മെൻറ്റുകളും റിലാക്സേഷനും താൻ ആസ്വദിക്കാതെ താൻ ഉറക്കം പെട്ടവനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് he was start to think how to rescue Daniel. അവനെ എങ്ങനെ ഇതിൽ നിന്ന് വിടുവിക്കണം. കാരണം മേത്യരുടെയും പാർഷിസിൻ്റെയും നിയമപ്രകാരം ഇത് സംഭവിച്ചുകൂടാ. കാരണം രാജാവ് മുദ്ര വെച്ച് എഴുതിയൊരു കത്താണ്. ഇതിനെ എങ്ങനെ തിരുത്തി മാറ്റണമെന്നറിയാൻ വയ്യാതെ രാജാവ് ഉറക്കമില്ലാത്തവനായി കഴിയുന്നു. പ്രിയ ദൈവമക്കൾ, ഒരു കാര്യം ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. പ്രൈസ് ഗാഡ്. നമുക്ക് വേണ്ടി പലരും പണിതിട്ട് ആ പണി മാറ്റണമെന്ന് വിചാരിച്ചാൽ പോലും മാറ്റാൻ ഒക്കാത്തതുപോലെ പണിയുന്നവരുണ്ട്.
പ്രൈസ് ഗാഡ്. എന്നാൽ ദൂതനുണ്ട് കേട്ടോ. എൻ്റെ രാജാവേ, നീ വിഷമിക്കണ്ട, നീ അറിയാതെ ചെയ്തതാ, പക്ഷെ നിന്നെക്കാട്ടിലും വലിയൊരു രാജാവിനെ ഞാൻ സേവിക്കുന്നത്. നിന്നെക്കാട്ടിലും വലിയൊരു രാജാവിനെ ഞാൻ സേവിക്കുന്നത്. കിടക്കയിൽ നിന്ന് കിടക്ക് വിട്ട് എഴുന്നേൽക്ക എന്ന് പറയുന്ന, ബാലെ എഴുന്നേൽക്ക എന്ന് പറയുന്ന, ലാസറെ പുറത്തുവാ എന്ന് പറയുന്ന, ചങ്കല വാതിലുകളെ തുറന്നു കൊടുത്ത് കാവൽക്കാരൻ അറിയാതെ നിന്നെ പുറത്തു കൊണ്ടുപോകുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലയോ രാജാവേ, നീ ഭാരപ്പെടണ്ട. You try your best to save me. You try your best to rescue me. But nothing to worry. I am serving the Lord is the living God. Praise you God. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. ഇത് രാജാവിന് പോലും അറിയാം. രാജാവിന് പോലും ഈ വിഷയം ശക്തമായിട്ട് അറിയാം. പ്രൈസ് ഗാഡ്. അതിന് വാക്കുകൾ താഴോട്ട് നമുക്ക് വായിക്കുമ്പം ഇങ്ങനെ അറിയാം. സ്തോത്രം. എന്നാൽ ഈ രാജാവിൻ്റെ അടുത്ത് ഈ 120 ആൾക്കാരും വന്നു വളരെ ഫോഴ്സ്, സാറേ ആ കാര്യം നടത്തണ്ടേ, ആ കാര്യം നടത്തി കൊടുക്കട്ടെ, നീ ഇട്ടതല്ലേ, ആൻഡ് ദിസ് ഈസ് വാട്ട് ഓൾറെഡി വി ഗോട്ട് എ പ്രൂഫ്, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഡു ഇറ്റ്. എന്നാൽ അങ്ങനെ സ്തോത്രം അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. Praise God, hallelujah. Praise God, hallelujah. The king spoke and said to Daniel, your God, whom you constantly serve, will himself deliver you. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, if you are ready to serve your God constantly, the God is able to serve you. The God is able to deliver you. The God is able to rescue you. പക്ഷേ ആ വാക്ക് മറക്കരുത്. ഏത് വാക്കാണെന്നറിയാമോ? കോൺസ്റ്റന്റ്ലി. വല്ലപ്പോഴുമല്ല, സമയം കിട്ടുമ്പോഴല്ല, മൂട് തോന്നുമ്പോഴല്ല, വേദന പോകുമ്പോഴല്ല, നിനക്ക് പ്രശ്നങ്ങൾ മാറുമ്പോഴല്ല, കോൺസ്റ്റന്റ്ലി ഇടവിടാതെ നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൂത് പറയാത്തവൻ നിന്നോട് ദൂത് പറയാൻ എൻ്റെ ദൈവം അവൻ്റെ അതിരത്തെ തുറക്കും കേട്ടോ. രാജാവിന് വല്ല പ്രവചന ശുശ്രൂഷയൊന്നുമില്ല, പക്ഷേ സംസാരിക്കാൻ പ്രവചന ശുശ്രൂഷ ഇല്ലാത്തവനോടും ദൈവം സംസാരിക്കും. കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇന്നു പകൽക്കാലം വിശ്വസിക്കുക, നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുള്ള ദൈവമാണ്. Praise you Jesus. അതിന് പ്രത്യേകം വ്യക്തികളെ നീ നോക്കിയിരിക്കണ്ട. നീ ആഗ്രഹിക്കുന്നതിൽ കൂടെ അല്ലായിരിക്കും ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്നത് the person you are not expecting, the plus point, the God will use that person. Praise you Jesus. Hallelujah. രാജാവ് പറയുക, നീ നിരന്തരം പ്രാർത്ഥിച്ചു വരുന്ന ഒരു ദൈവമുണ്ടല്ലോ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ഒരു ദൈവമുണ്ടല്ലോ, അവൻ നിന്നെ രക്ഷിക്കും. മകനെ ദാനിയേലേ, രക്ഷിക്കുമെന്നേ. ഐ ആം ഹെൽപ്ലെസ് ഇൻ ദിസ് പോയിന്റ്. എനിക്ക് സഹായം ചെയ്യാനൊക്കാത്തൊരവസ്ഥയാണ്. പ്രിയരെ, സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും സഹായം ചെയ്യാനൊക്കാത്തൊരവസ്ഥയിൽ ദൈവമക്കളെത്തിയാൽ അവിടെ എത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ഗോഡ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. രാജാവിന് ആഗ്രഹമുണ്ട്. നിന്നെ ഇതൊരിക്കലും സംഭവിപ്പാനിടയില്ലായിരുന്നു. കാരണം ഐ വാസ് എക്സ്പെക്റ്റിംഗ് യു ഹയർ ദാൻ എനിബഡി.
ഞാൻ നിന്നെ ആഗ്രഹിച്ചത് എല്ലാവരെക്കാട്ടിലും നിന്നെ മുന്നിലാക്കണമെന്നായിരുന്നു. പക്ഷേ ഈ അനർത്ഥം നിനക്ക് വന്നു പോയത് അവന് സമാധാനം നഷ്ടപ്പെടുത്തി. എന്നാൽ ഒരു വാക്കവിടെ പോയി പറയുന്നുണ്ട്, അല്ലയോ ദാനിയേലേ, നീ സേവിച്ചു വരുന്ന ദൈവം, നീ കോൺസ്റ്റന്റ്ലി നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവവൈതലേ, വാതിലുകൾ അടഞ്ഞെന്ന് തോന്നുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരായി നിന്നെ വിഴുങ്ങിക്കളയുവാൻ, നിന്റെ നന്മയെ ചോർത്തിക്കളയുവാൻ, ഹല്ലേലൂയ, നിന്റെ അനുഗ്രഹത്തെ ചോർത്തിക്കളയുവാൻ, നിന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയുവാൻ, നിന്റെ ആരോഗ്യത്തെ ചോർത്തിക്കളയുവാൻ വാ വളർന്നു നിൽക്കുന്ന ചില സിംഹത്തിന്റെ ശക്തികളെ അടയ്ക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, God. Praise you, God. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, കണ്ടിന്യൂ ടു കോൺസ്റ്റന്റ്ലി സെർവ് യുവർ ഗോഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ നിരന്തരമായി പ്രാർത്ഥിക്കണം. നോ മാറ്റർ വാട്ട് സിറ്റുവേഷൻ കം ടു യു. അവൻ ഈ വിഷയം അറിഞ്ഞിട്ടും അവൻ സാധാരണ ചെയ്തു വരുന്നത് പോലെ 3 നേരവും മുട്ടുകുത്തി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാ ഹല്ലേലൂയ ദൂതൻ ഇറങ്ങിയത്. അതുകൊണ്ടാ രാജാവ് പ്രവചിച്ചു പറഞ്ഞത്, നിന്റെ ദൈവം നിന്നെ വിടുവിക്കുമെന്നാ. Praise you, Jesus. Hallelujah. അതിനുശേഷം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 18-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് ഉപവസിച്ചു. രാജാവിന് ഉറക്കമില്ല. രാജാവ് ഉപവസിച്ചു. എന്തിനാ രാജാവ് ഉപവസിച്ചതിൻ്റെ കാര്യം? ഇത് എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ എന്നുള്ളതിനെ ഓർത്ത്. നിനക്കെതിരെ ദോഷം ചെയ്യുന്നവൻ, അറിഞ്ഞോ അറിയാതെ ദോഷം ചെയ്യുന്നവൻ്റെ ഹൃദയത്തെ തൊടുവാൻ കഴിവുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നിനക്കെതിരെ ജോലിയിൽ, നിൻ്റെ വിശ്വാസത്തിലെ, കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തിൽ ഹല്ലേലൂയ മുഴുവനും നിനക്ക് വേണ്ടി സംസാരിച്ചു പോയത് റിപ്പൻ്റ് ചെയ്യുവാൻ, അതിനെ ഓർത്ത് നിന്നോട് ഇത് ചെയ്തു പോയല്ലോ എന്ന് ഓർക്കുന്ന മനസ്സ് കൊടുക്കുവാൻ കഴിവുള്ളവനാ നാം സേവിക്കുന്ന ജീവനുള്ള ദൈവം. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ മേളത്തെ വാക്യം വായിക്കുമ്പോൾ രാജാവ് അതിര് കാലത്ത് എഴുന്നേറ്റ്, ആ ബന്ധപ്പെട്ടു എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഈ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ബന്ധപ്പാടല്ല മീനിങ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ രാജാവ് സാധാരണ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയത്തല്ല ഇത്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒരു വിഷയമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ യാതൊരു രീതിയിലും ചെയ്യുവാൻ ലിസ്റ്റഡ് അല്ലിത്. രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്ന് ഉപവസിച്ച് സകലതും വേണ്ട എന്ന് ത്യജിച്ചു കളഞ്ഞ് നാളെ ഇന്നലെ പ്രഭാതമായപ്പോൾ ഹല്ലേലൂയ താൻ എന്തും ഹല്ലേലൂയ തൻ്റെ രാജപദവി മറന്നുകൊണ്ട്, ഹല്ലേലൂയ തൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തെ പോലും മറന്നുകൊണ്ട് ബന്ധപ്പെട്ട്, എന്ന് പറഞ്ഞാൽ റിസ്ക്കായിട്ട് ചെയ്യേണ്ട പടിക്ക് അപ്പുറത്തും കൂടെ എക്സ്ട്രാ ഓർഡിനറി റിസ്ക് എടുത്തിട്ടോ എന്തോ എടുത്തെന്നറിയാമോ? പോയി രാവിലെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നതെന്നറിയാമോ? ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കണം. ആളിപ്പോൾ ഉപവസിച്ചു. ആൾ രാത്രി മുഴുവനും ഹല്ലേലൂയ റെസ്റ്റ്ലെസ് ആയിരുന്നു. വിശ്വാസം ഉണ്ടായിരുന്നു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ ദുഃഖസ്വരത്തോടെ പോയിട്ട് വിളിക്കുക, ദാനിയേലേ, ജീവനുള്ള ദൈവവേദലേ, നീ ആരാണെന്ന് ശക്തമായി മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ മറ്റുള്ളവന് കഴിവ് കൊടുക്കുന്നൊരു ദൈവത്തെയാ ഞാനും നീയും സേവിക്കുന്നത്. അല്ലയോ രാജാവേ, ഹല്ലേലൂയ, നിന്റെ വായിൽ നീ പറയുക, അല്ലയോ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവനായ ദാനിയേലേ. പ്രൈസ് ഗോഡ്. അതൊരു കളിയാക്കാതെ, മലയാളത്തിൽ അങ്ങനെയാ, ഒരു കളിയാക്കി ചോദ്യമല്ല അത്, കേട്ടോ. താൻ ആശ്ചര്യപ്പെട്ട് പ്രൈസ് ഗോഡ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ സേവിച്ചു വരുന്ന ദൈവത്തിന്
നിന്നെ വിടുവിക്കുവാൻ കഴിഞ്ഞല്ലോ എന്നാ അതിൻ്റെ അർത്ഥം. നീ സേവിച്ചു വരുന്ന ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിഞ്ഞല്ലോ ദാനിയേലേ. അന്നേരം താഴെയാണ് ദാനിയേൽ രാജാവിനോട് പറഞ്ഞത്, രാജാവേ അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. അതൊരു ഓണറിങ് വേർഡാ. ഒരു രാജാസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു കിങ്ങിനോട് പറയുന്നത് വേർഡാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിച്ച് കേട്ട ഭാഗം, ഓ കിങ് ലീവ് ഫോർ എവർ. അത് കഴിഞ്ഞിട്ട് പറയുക, എൻ്റെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കണമെന്ന് നിന്റെ നിയമം എനിക്ക് കേടുവരുത്തുവാൻ നോക്കിയപ്പോൾ, നിന്റെ മുദ്ര എനിക്ക് കേടുവരുത്താൻ നോക്കിയപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന 122 പേര് എനിക്ക് ജോലി ചെയ്യും, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി കേടുവരുത്തുവാൻ നോക്കിയപ്പോൾ, എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നോക്കിയപ്പോൾ, ഹല്ലേലൂയ, ഞാൻ സേവിച്ചു വരുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി. Praise you, Jesus. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. രാജാവിനെ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവരെ ദാനിയേലിൻ്റെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ അവനെ ഒന്ന് എക്സാം ചെയ്ത് കാണും. വല്ല മുറിവുണ്ടോ, വല്ല ചതവ് പറ്റിയിട്ടുണ്ടോ, കടിച്ച പാടുണ്ടോ, പല്ലെവിടെയും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. യാതൊരു കേടുപാടുകളും ഈ ശരീരത്തിന് മേൽ സംഭവിച്ചതായിട്ട് അവർക്ക് തോന്നിയില്ല. Then what happened? എനിക്ക് ആ ഭാഗം വളരെ വിഷമം തോന്നി വായിച്ചിട്ട്. മറ്റൊന്നുമല്ല, ഭാര്യ എന്തോ ചെയ്തു, ഈ കുഞ്ഞുങ്ങളെന്തോ ചെയ്തു. ദൈവത്തിൻ്റെ കരമിറങ്ങിയാൽ കുടുംബം മുഴുവനും ദൈവം വെളുപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരമിറങ്ങിയാൽ, പ്രൈസ് ഗോഡ്, ദൈവമക്കളെ കോൺസ്റ്റൻ്റായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ തൊട്ടുകഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, തൊട്ടവൻ്റെ മുഴുവനും കുടുംബത്തെയും ദൈവം പരുവത്തിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവനുള്ള ദൈവം. നോ മാറ്റർ ഹൂ ദേ ആർ, അവരാരായിരുന്നാലും ഒരു പക്ഷെങ്കിൽ ദിവസങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. ഹല്ലേലൂയ. ഒന്നിയേലൊരു മാനസാന്തരം സംഭവിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വന്നില്ല എങ്കിൽ, സ്തോത്രം, ആ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നിരപരാധികളെ പോലും ഹല്ലേലൂയ ഗുഹയിലിട്ട് കളയുന്ന നമ്മുടെ ദൈവത്തെ നാം സേവിക്കുന്നതോ. പ്രൈസ് യു ജീസസ്. ദൈവമക്കളെ, എന്നിട്ട് ഇട്ടിട്ട് എന്തോ എടുത്തെന്നറിയാമോ? അവരെ അസ്ഥികളൊക്കെയും അയ്യോ, ഗുഹയിലെ അടിയിലെത്തുന്നതിൻ്റെ മുമ്പേ, ഇതിപ്പം ഒത്തിരി ആൾക്കാരുടെ ബോഡിയാണ് വരുന്നത്. ഇത്ര വെപ്രാളം ഇപ്പോൾ കാണിക്കുന്നു. ഇത് ഇത്രയും എണ്ണം കടന്നപ്പോൾ ഒരുത്തൻ്റെ ബോഡി വന്നപ്പോൾ എത്ര വെപ്രാളം കാണിക്കാൻ തിന്നാനല്ലേ? മനസ്സിലായോ പറഞ്ഞേ? ഇതിപ്പോൾ പിള്ളേരുണ്ട്, ഇവന്മാർ മുഴുവനും ഉണ്ട്. ഈ കൂടി ആലോചിച്ചവൻ്റെ മുഴുവനും ശരീരം, അവൻ്റെ ഭാര്യമാരുടെ ശരീരം, പിള്ളേരുടെ ശരീരം, എങ്ങനെയായാലും ഒരു കണക്ക് കൂട്ടിയാൽ 100-200 എണ്ണമെങ്കിലും കാണും, അല്ല 250 കാണും. 100 to 200 250 പീപ്പിൾ. താഴെ ഇങ്ങ് വരുന്നതിൻ്റെ മുമ്പേ മുഴുവനും പോയെന്ന്. അസ്ഥികൾ പോലും പീസാക്കി. സിംഹമേ, എന്താ നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒറ്റ ശരീരം വന്നപ്പം നിൻ്റെയൊന്നും എന്താ തുറക്കാതിരുന്നേ? ഇപ്പം നിങ്ങൾക്ക് വയറ് നിറയാൻ തക്കവണ്ണം 250 250 അറൗണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടും അതിൻ്റെ അസ്ഥി പോലും താഴെ കിട്ടിയില്ലെന്ന്. അതുപോലെ എല്ലാം കൂടെ പിന്നെയും കടിച്ചു തിന്നുകൊണ്ടിരിക്കുക. എന്താ കാര്യമെന്നറിയാമോ? കോൺസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്. സിംഹത്തിന് പറയാൻ പറ്റും, അങ്ങനെ ഒരുത്തം വന്നായിട്ട് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ശരിയായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ സിംഹത്തോട് ചോദിക്കുക, നീ ഇത്രയും പേരെ തിന്നു, പക്ഷേ മുമ്പേ നിങ്ങളെല്ലാം ഇരുന്നപ്പോഴേ ഒരുത്തൻ മാത്രം വന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെ പോയായിരുന്നു? നിങ്ങൾക്ക് എന്തോ പറ്റി? അങ്ങനെ ഒരുത്തൻ വന്നായിരുന്നു ഇവിടെ.
അങ്ങനെ ഒരുത്തൻ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു സിംഹം, നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഒരു സിംഹം മറ്റേ സിംഹത്തോട് ചോദിക്കും, ഇങ്ങനെ ആൾ വന്നായിരുന്നു. ഐ ഡോണ്ട് നോടാ. നിൻ്റെ കണ്ണുകളെയും നിൻ്റെ വായയും പൂട്ടുന്ന ഒരുവനുണ്ട്. പ്രൈസ് ഗാഡ്. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്നവൻ, ഹല്ലേലൂയ. ചെങ്കടലിൽ കൂടെ വഴിയൊരുക്കുന്നവൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം ആരാന്നറിയാമോ? കണ്ണുണ്ടെങ്കിലും കാണാത്തവനല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവനല്ല, വായുണ്ടെങ്കിലും സംസാരിക്കാത്തവനല്ല. Our God is a living God. Our God is a living God. നിൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ, നീ ഹല്ലേലൂയ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഞരക്കത്തിൻ്റെ വാക്കുകൾ, നിൻ്റെ വേദനയുടെ വാക്കുകൾ, നിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, നീ ബന്ധിക്കുന്നത്, നീ അഴിക്കുന്നത്, ഹല്ലേലൂയ, നീ കേട്ടുന്നത്, ഹല്ലേലൂയ, നീ സൗഖ്യം കൽപ്പിക്കുന്നത്, ജീവനുള്ള ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. Praise you, Jesus. ഇത്രയും പേരുടെയും കാര്യങ്ങളങ്ങ് ശരിയാക്കി കിട്ടി. എന്നിട്ട് എന്തോടെന്നറിയാമോ? ഹല്ലേലൂയ, നീ ഒരിക്കലും ശരി വരരുതെന്ന് എഴുതി വച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റായിട്ട്, whoever curse you, that all become blessing. നിന്നെ ശാപിച്ചവരും നിൻ്റെ അധപ്പതനം നോക്കിയിരിക്കുന്നവരൊക്കെ ഇപ്പം നിന്നെ കാണുന്നത് എങ്ങനെയെന്നറിയാമോ? സൂപ്പർമാൻ. വ്യത്യാസം വന്നു. ഹല്ലേലൂയ. നമുക്ക് ലാസ്റ്റിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. 26-ാം വാക്യം. I make a decree that in all the dominion of my kingdom man praise God. നമുക്ക് ഈ ദാനിയേലിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇപ്പം അദ്ദേഹം ചിരിക്കുമായിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുവാണോ? ദാവീദിനൊരു മൈക്ക് കൊടുത്തിട്ട് ചോദിച്ചേ, ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നാൽ ഞങ്ങൾ ഇന്ന ചാനലിൽ നിന്നാണ്, ഇപ്പോഴത്തെ സ്ഥലം പരിപാടിയാണല്ലോ, എന്താ, ക്യാൻ യു ഷെയർ സംതിങ് വാട്ട് യു ഫീൽ, വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് പൊസിഷൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ യു ഫീൽ വെൻ യു ആർ ഇൻ ദ ഡെൻ, നീ സിംഹക്കുഴിയിലായിരുന്നപ്പോൾ ഒന്ന് പറയാമോ? നമ്മൾ തന്നെ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്ത് അവനൊന്നും പറയാനുണ്ട്. ലജ്ജിക്കുന്നതിന് മുൻപാകം മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എൻ്റെ നാശം കാണുന്നവരുടെ മുൻപാകെ ജീവനോടിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. പ്രൈസ് ഗാഡ്. പ്രിയ ദൈവമക്കളെ, അന്ന് രാജ്യത്ത് ലഭിക്കാത്ത സകല പദവിയും അവന് ലഭിച്ചു. എൻ്റെ രാജാവേ, രാജാവിനോടൊരു ദൂത് പറയാനുണ്ട്. നിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഇന്ന് സഫലമായി. നീ രാത്രി ഓസിച്ചത് സഫലമായി. നിൻ്റെ രാത്രി ഉറക്കം നഷ്ടത് അത് സക്സസ്സായി. നിൻ്റെ ആദ്യത്തെ ഇവനെക്കുറിച്ചുള്ള ആ ഒരു തീരുമാനം അത് സക്സസ്സായി. എന്നാൽ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ വന്നു കയറാം. ദൂതനെ അയക്കുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവം ഇതിൽ മറക്കരുത്. പ്രൈസ് ഗാഡ്. ദൂതനിറങ്ങിയ ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നമുക്കറിയാം. ഹല്ലേലൂയ. ഹാഗാറിൻ്റെ ജീവിതത്തിൽ ദൂതനിറങ്ങി. ഹാഗാർ, the life of Hagar, when she are kicked out, or say other word, run away from Sarah's home, സാരയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. എന്തിനാണെന്നറിയാമോ? അവൾ പോലും അറിയുന്നില്ല പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യ. പ്രൈസ് ഗാഡ്. സാറ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ് വീട്ടിൽ. ഹാഗാർ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സഹോദരിയായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം, ലെറ്റ് us take a book of Genesis 16, 16 അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എല്ലാ ദിവസവും അങ്ങ് പ്രശ്നമാണ്. സാറ എണ്ണിച്ചാൽ ഉടനെ അങ്ങ് പ്രശ്നമാണ്. ഇവളെ നോക്കിക്കൊണ്ട് എന്നും പ്രശ്നമാണ്. സ്തോത്രം. ഇന്നും ചില സഹോദരിമാരുടെ വീടുകളിൽ അതിനൊന്നും കുറവില്ല. രാവിലെ എണ്ണിക്കുമ്പോഴേ കിറുകിറാന്ന് പറഞ്ഞാൽ എണ്ണിക്കുന്ന ഓരോ വിഷയം. നമ്മൾ കഴിഞ്ഞ ദിവസം മറന്ന വിഷയം പോലും എടുത്തോണ്ട് എണ്ണിച്ചാൽ രാവിലെ കാപ്പായെന്ന് എണ്ണിക്കത്തുള്ളൂ ചിലർ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് സാറ കുടുംബം വന്നു. അപ്പോൾ അബ്രഹാം പറയുക, എൻ്റെ കുഞ്ഞെ ഒരു കാര്യം ചെയ്യും, ദൈവത്തെ ഒത്ത് എനിക്കൊരു സമാധാനം എന്താ, നിൻ്റെ ഇഷ്ടമുള്ള പോലെ നീ അങ്ങ് ചെയ്യുക. നമ്മുടെ മലയാളി ഭാഷയായി പറയുന്നത് കേട്ടോ.
ഇല്ലേ? സാറ എന്തോ പറഞ്ഞേ, അബ്രഹാം എന്താ പറഞ്ഞേ? എൻ്റെ പൊന്നു കുഞ്ഞേ. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ കുഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ ഹബീന്നോ ബേബിന്നോ എന്തെങ്കിലുമോ വിളിച്ചു, അല്ലേ സാറ എന്നോ ഗ്രേസിന്നോ whatever you want to call it. അപ്പോൾ പറയാ, എൻ്റെ കുഞ്ഞേ, ദൈവത്തെ ഓർത്ത് ഒരു സമാധാനം എന്താ, രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് ഇത് തന്നെ, നീ ഒരു കാര്യം ചെയ്യും, യു ഡു വാട്ട് യു ലൈക്ക് ടു ഡു. ഞാൻ ഈ കാര്യത്തിൽ നീ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് അവളെന്തോ അറിയാമോ? സാറായി അവളോടങ്ങ് കാഠിന്യം തുടങ്ങി. അത് ഈ ബുദ്ധിയുള്ള ചില സ്ത്രീകൾ അങ്ങനെയാണ്, വശം വെച്ച് സംസാരിച്ച് കളയും, പരുവത്തിന് നിന്ന് കളയും. എന്തിനാണെന്നറിയാമോ? ഒരു ഭയങ്കര സംഭവം അവിടെ ഉണ്ടാക്കണം അതിനുവേണ്ടി. അതിന് സാറാമ്മച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നല്ല എങ്ങനെ വിടണമെന്ന് അറിയാവുന്ന ഒരു നല്ല സ്ത്രീ. ഓരോരുത്തരെ ചാടിച്ചു വിടാൻ അറിയാവുന്നവരുണ്ട് കേട്ടോ. പ്രൈസ് ഗാഡ്. ഓരോരുത്തരെ ചാടിച്ചു വിടാൻ അറിയാവുന്ന നല്ല അനോയിൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അവരുടെ ഒരു നോട്ടം മതി, പിന്നെ ഇങ്ങോട്ട് വരില്ല. അവരുടെ ഒരു വർത്തമാനം മതി, ഓ ഇപ്പോഴും ഇവിടെ തന്നെയാണ്, മറ്റിടത്ത് പോയില്ലേ, ഒറ്റ ചോദ്യം മതി, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെയുള്ള സാറാമാർ ഇന്നുമുണ്ട്. അത് വീടുകളിലുണ്ട്, സഭകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്മച്ചി കാഠിന്യം അങ്ങ് തുടങ്ങി. അവസാനം ഇവക്ക് സഹിക്ക വയ്യാതിട്ട് ഷീ റൺ അവേ. പ്രൈസ് ഗാഡ്. ആര് ഓടിപ്പോയി? അവൾ ഈ സ്വന്തം ഇത്രയും നാളും താമസിച്ചുകൊണ്ടെന്ന ഭവനത്തിൽ നിന്ന് ഹാഗാർ ഓടിപ്പോയി. അടുത്ത വാക്യം വരുമ്പോൾ, പിന്നെ ഓടി പോകുക. യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം നീരുറവയുടെ അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ആ ഫൗണ്ടൻ്റെ അടുത്ത് നിൽക്കുക. എന്തിനാ ഈ നീരുറവയുടെ അടുത്ത് നിൽക്കാൻ കാരണം? എന്തിനാ ഈ ഫൗണ്ടൻ്റെ, ഈ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ ഫൗണ്ടനുണ്ട്, ഈ ദൂതൻ അവിടെ നിൽക്കും. വാക്കുകൾ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ കൂടെ ഓടുന്നത്. മരുഭൂമിയിൽ കൂടെ ഓടുമ്പോൾ നേരെ അങ്ങ് ഓടിപ്പോയാൽ പോരെ, അല്ലെ എങ്ങോട്ടേലുമൊക്കെ പോയാൽ പോരെ. മരുഭൂമിയിൽ നീരുറവ ഒരുക്കിയതിൻ്റെ കാരണം, നീ ഓടി ക്ഷീണിക്കുമ്പോൾ നിനക്ക് ദാഹിക്കുന്ന, കാരണം നീ വെള്ളം പോലും എടുത്തായിട്ടവിടെ പറഞ്ഞിട്ടില്ല. കൊച്ചിനെയും കൊണ്ട് പോയ കലയല്ല ഈ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഷീ വെൻറ്റ് അലോങ് വിത്ത് ദ സൺ. ഷീ വെൻറ്റ് അലോൺ. അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സമയമായത് കേട്ടോ. അന്നേരം ഈ പറഞ്ഞ പോലെ 4 ദോശയും 2 ഏത്തയ്ക്കാപ്പഴവും ഒന്നും വാങ്ങിച്ചുകൊണ്ടല്ല പോയേക്കുന്നേ. മസാഫി വെള്ളവും ഒന്നും എല്ലാം കൊണ്ടുപോയിട്ടില്ല. അപ്പം ദൂതനറിയാം ഇവൾ ഓടുന്ന ഓട്ടത്തിൽ ഇവൾ വെള്ളം കുടിക്കാൻ ഇവിടെ വരും. ഇവിടെ യാത്രയിൽ ദാഹം തീർത്തിട്ടായിരിക്കും അടുത്ത പോക്ക്. അങ്ങനെയെങ്കിൽ ഐ ഷുഡ് സ്റ്റേ ഹിയർ. ദൂതൻ അതാ അവിടെ നിൽക്കാൻ കാരണം. അപ്പോൾ ദൂതൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ശൂരിന് പോകുന്ന വഴി ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടു. എന്നിട്ട് നീ എവിടെ നിന്ന് വരുന്നു? ഒന്നും അറിയത്തില്ലേ? ദൂതൻ എന്താ ഒരുമാതിരി നമ്മളെ ഒരുമാതിരി ഒരു വല്ലാത്ത രീതിയിൽ ചോദിച്ചു. അടുത്തത് നമുക്കതൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതുവരെ നല്ല കോൺവെർസേഷൻ. ഓടിപ്പോകുമ്പോൾ ഒരു വ്യക്തി അവിടെ നിന്ന് ചോദിക്കുക, ഹാഗാറെ എങ്ങോട്ടാ, എന്താ പറഞ്ഞു, ജസ്റ്റ് ടെൽ മീ ഹൂ യു ആർ, വേർ യു ഗോയിങ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വളരെ കോമൺ ആണ്. ഞാൻ ഇന്ന സാഹചര്യത്തിൽ ഓടിപ്പോവുകയാണ്. അതിനുശേഷം താപോട്ട് വാ. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവക്ക് അനുസരിച്ച് നിൽക്കുന്നീ. പ്രിയരെ, നമുക്കിഷ്ടമല്ലെന്നും പറഞ്ഞ് ഒളിച്ചോടാനുള്ള സ്ഥലമല്ല ചില സ്ഥലങ്ങൾ. നമുക്കിഷ്ടമല്ലെന്നും പറഞ്ഞ് ചിലപ്പോൾ പോരുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്കിഷ്ടമില്ലാത്ത ഇടപെടൽ വാക്കുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവിടുന്ന് ഇറങ്ങി ഓടാനല്ല ദൈവത്തിൻ്റെ ആത്മാവും ദൂതനും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഹാഗാറിന് പറയുന്നു, ഗോ ബാക്ക്. അതെങ്ങനെ സഹിക്കാൻ പറ്റുമല്ലേ? നാണം കേടല്ലേ ഇനി അവിടെ ചെന്ന് കയറുന്നേ. പക്ഷെ അടുത്ത ഒരു വാക്ക് ശ്രദ്ധിക്കണം. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്,
ഞാൻ നിന്റെ സന്തതിയെ നീ ഗർഭിണിയല്ലോ. എടാ ഒരു മിനിറ്റ്, അത് ശരി, ഇത്രയും പ്രവചനം പറഞ്ഞ ഈ ദൂതൻ അറിയത്തില്ലയോ നീ എവിടുന്ന് വരുവാന്നും എങ്ങോട്ട് പോകാന്നും? പിന്നെ ഈ ചോദ്യം മുമ്പേ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലാകുന്നു നിങ്ങൾ? യു അണ്ടർസ്റ്റാൻഡ് മീ വാട്ട് ഐ ആം സേയിങ്? ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിന്നെ നോക്കിക്കൊണ്ട് പറയുക, നീ ഗർഭിണിയാണ്, നിന്റെ ഉദരത്തിൽ ഒരുവനുണ്ട്, നീ അതുകൊണ്ട് മടങ്ങിപ്പോകണം. ഇത്രയും പറയാമെന്നെങ്കിൽ ഇവളെ ആദ്യം കണ്ടപ്പോഴേ പറയത്തില്ലയോ, മോളെ നിന്റെ പേര് ഹാഗാർ എന്നല്ലയോ, മോളെ നീ ഇന്നടത്തോട്ട് പോകുന്നവളല്ലയോ, മോളെ നീ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതല്ലയോ? ഇതാ ഇപ്പോഴത്തെ പ്രവചനം. പ്രിയരെ, പലതും നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ദൂതൻ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. വി ഷുഡ് ഡിക്ലെയർ ഹൂ വി ആർ. നാം ആരാണെന്ന് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒന്ന് പറയുന്നതൊക്കെ നല്ലതാ, ഒന്ന് പറയുന്നത് നല്ലതാ. അങ്ങനെ നീ ആരാന്ന് വെളിപ്പെടുത്തുമ്പോഴേ നിന്നിൽ എന്തോ ഉണ്ടെന്ന് ദൂതൻ വെളിപ്പെടുത്തത്തുള്ളൂ. മനസ്സിലായോ? നാം ആദ്യം പറയണം നാം ആരാണ്. എൻ്റെ സ്വഭാവം, എൻ്റെ വിശ്വാസം, എൻ്റെ വീക്ക്നെസ്, എൻ്റെ അവിശ്വാസം, എൻ്റെ എല്ലാ പോരായ്മകളും ദൈവസന്നിധിയിൽ ഒന്ന് പറയാമെങ്കിൽ ദൈവം നിന്റെ ഉള്ളിലുള്ളതിനെ പുറത്ത് പറഞ്ഞു തരും. എന്നിട്ട് he will correct you, he will say go back, നീ മടങ്ങി പോകാൻ. Praise God, hallelujah. ആ കൊച്ചനിടേണ്ട പേര് പോലും പറഞ്ഞു കൊടുത്തു വഴിയരിയിൽ. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ അത്ര ശക്തരാണ് ദൈവവൈതലേ. ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ നാം ചിന്തിച്ചതിലൊന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെതിരെ കരങ്ങളുണ്ട്, പക്ഷേ വിടുവിക്കുവാൻ ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കിഷ്ടമില്ലാത്ത ചില വിഷയങ്ങൾ ഹല്ലേലൂയ സഭയിലോ കുടുംബത്തിലോ ദേശത്തോ സംഭവിക്കുമ്പോൾ നീ അവിടം വിട്ട് ഓടിക്കളയുവാനല്ല ആഗ്രഹിക്കുന്നത്. നീ അവിടെ നിന്ന് ദൈവത്തിൻ്റെ കര അനുകൂലമായി കാണുവാനാ നീ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 3, നീ ആരെന്ന് നിന്നെ ദൈവത്തോട് വെളിപ്പെടുത്തണം. പ്രൈസ് ഗോഡ്. നാം ആരെന്ന് ദൈവത്തോട് വെളിപ്പെടുത്താമെങ്കിൽ നമ്മളിൽ ഉള്ളത് എന്തുവാന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതേവശം ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്നെപ്പോലെ മിടുക്കൻ, എന്നെപ്പോലെ ആരാധിക്കുന്നു, എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്നു, എന്നെപ്പോലെ ഉപസിക്കുന്നവൻ, ഞാൻ എല്ലാവർക്കും ദാനം കൊടുക്കുന്നവൻ, ഞാൻ ആരെ കണ്ടാലും ഇടപെടുന്നവൻ എന്ന് ഞാനെന്നും പറഞ്ഞ് മാത്രം ഇരിക്കുക. ഞാൻ നിവർത്തിയോടത്തോളം യോഗത്തിന് വരും, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഞാനാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ളത് വെളിപ്പെടുത്താൻ ദൂതനില്ല. കാരണം ഞാനുണ്ട് അവിടെ എല്ലാത്തിനും. പിന്നെന്തിനാ ദൂതൻ എന്നോട് സംസാരിക്കേണ്ട ആവശ്യം? എന്നാൽ അങ്ങനെയല്ല ഇവിടെ കാണുന്നത്. ആ പൊട്ടിയെപ്പോലെ ഹാഗാർ എല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ വീട്ടിലെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കവിടെ നിൽക്കാൻ വയ്യാഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നടത്തേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, നിൻ്റെ ഉള്ളിൽ നീ പോലും അറിയാതെ ഹല്ലേലൂയ നിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നത് കണ്ട് മനസ്സിലാക്കി പ്രവചിക്കുവാൻ കഴിവുള്ള ഒരു ദൈവവും ഹല്ലേലൂയ തനിക്കുള്ള ദൂതനേമാ നാം ഹല്ലേലൂയ അറിഞ്ഞിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവം ഈ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.